ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇതാണ് ഞങ്ങളുടെ അമ്മ വീട്. ഇത് പുതിയ വീടാണ് കേട്ടോ. അപ്പുറത്ത് കാണുന്നതാണ് ഞങ്ങളുടെ പഴയ വീട്. പുതിയ വീട്ടിൽ അമ്മായി കുറേ ചെടികൾ വെച്ചിട്ടുണ്ട്. ദേ ഈ സൈഡിൽ കാണുന്നതാണ് കേട്ടോ അമ്മായി. ഈ ചെടികളുടെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരാത്തത്. വീട്ടിൽ ഈ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ചെടികളുണ്ട്. താമരയും ആമ്പലും എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊന്നും പൂവിടുന്നില്ല. ഇനി ഞാൻ നിങ്ങൾക്കൊരു ആളെ കാണിച്ചു തരാം. ഇതാണ് ഈ വീട്ടിലെ വളർത്തുപൂച്ച. ഇതിന്റെ പേരാണ് ദരിദ്രം. ഇവൻ ഏതോ വീട്ടിൽ നിന്ന് വന്നപ്പോ ഭയങ്കര ക്ഷീണിച്ചായിരുന്നു ഇരിക്കേണ്ടായിരുന്നത്. ഇതാണ് ഞങ്ങളുടെ ചിക്കു. ദരിദ്രവും ചിക്കുവും ഭയങ്കര സെറ്റാണ്. അവരെപ്പോ തല്ലുപിടിക്കൊന്നുമില്ല. ഇത് നോക്കിയേ, ഈ സൈഡിൽ കണ്ണാടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ എൻ്റെ മാമൻ. ഇതൊക്കെ മാമൻ്റെ വണ്ടികളാണ്. ഇത് ബൈക്കാണ് മാമൻ്റെ. പിന്നെ അവിടെ ഒരു കാറുണ്ട്. മാമൻ വലിയൊരു വണ്ടി പ്രേമിയാണ് കേട്ടോ. ഇതാണ് മാമൻ്റെ പുതിയ കാർ കേട്ടോ. ഈ തൊട്ട് സൈഡിൽ കാണുന്നതാണ് മാമന്റെ ഒരേ ഒരു പുത്രൻ. ഇവനും ഒരു വണ്ടിപ്രേമിയാണ് കേട്ടോ. ഇതിന് തൊട്ടപ്പുറത്ത് കോഴിക്കോടുണ്ട്. കോഴികൾ അതെ, ഇവിടെ കോഴികളുണ്ട്. അവര് ഭയങ്കര ബിസിയാണ് കേട്ടോ. ഇവിടെ ഒരു പൂച്ചയും കൂടി ഉണ്ട്. ആ പൂച്ചയ്ക്ക് കണ്ണിന് വയ്യാണ്ടാണ് കേട്ടോ ഇരിക്കും. ഇനി നമ്മ ആട്ടുംകൂടിൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത്. അമ്മാമ്മയ്ക്ക് കുറെ ആടുകളുണ്ട്. ആടുകൾ 2 കൂട്ടിലായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. ഇത് ഒരു കൂട്. ഞങ്ങ വീഡിയോ എടുക്കാൻ വന്നപ്പോ ഇവർക്ക് പുല്ലിട്ട് കൊടുക്കാനാണെന്ന് വിചാരിച്ചിട്ട് തല എത്തിച്ച് നോക്കാണ് കേട്ടോ. ഇതാണ് രണ്ടാമത്തെ കൂട്. കണ്ടോ, വലിയ ആടുകളൊക്കെ ഉണ്ട്. അപ്പുറത്ത് ഇത് മുട്ടനാടാണ്. ഇതാ തൊട്ടപ്പുറത്തെ ഒരാളൊന്നും മൂത്രമൊഴിക്കണമെന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് പെണ്ണാണ് കേട്ടോ. ഈ മുട്ടന് ഭയങ്കര കുറുമ്പാണ്. എല്ലാവരും പിടിച്ച് കുത്തും. ഇതും മുട്ടൻ തന്നെയാണ്. ഇത് നോക്കിയ നക്കണ് കേട്ടോ ഫോണുമ്മ. അമ്മാമ്മ ഈ ആടുകൾക്കൊക്കെ ഒക്കെ പേരിട്ടിട്ടുണ്ട്. അമ്മാമ്മ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആടുകൾ കിടന്ന് കരയും കേട്ടോ. ഇവരുടെ കൂടെ അധികം തുറക്കാറില്ല. ഇവിടെ അയച്ചിട്ട അവിടെ നിൽക്കണ എല്ലാ ചെടികളും അവർ പറിച്ച് തിന്നും. അതേകൊണ്ട് ഇവരെ പുറത്തേക്ക് വിടാത്തത്. ഇത് ഞങ്ങളുടെ പഴയ വീടിന്റെ മുൻവശമാണ്. പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്നത് തൊഴുത്താണ്. തൊഴുത്തിലെ അമ്മാമയ്ക്ക് 2 പശുക്കളുള്ളൂ. ഇപ്പോൾ ഒരെണ്ണം കുഞ്ഞു പശുവും ഒരെണ്ണം വലിയ പശുവും. പിന്നെ പണ്ട് അമ്മാമയ്ക്ക് ഒരു 5 പശുക്കൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഇപ്പൊ വിറ്റു. എന്തായാലും വന്നാണല്ലോ, അപ്പൊ ഇച്ചിരി പുല്ലൊക്കെ ഇട്ട് എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇനി നേരെ പോകുന്നത് കൊള്ളി പറിക്കാനാണ് പാടത്തേക്ക് കേട്ടോ. തൊഴുത്തിന്റെ ബാക്ക് വശമാണ്. ഇതിന്റെ ബാക്കില് മാമൻ കുറെ വാഴയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കൊള്ളി പറിക്കാനായിട്ട് പാടത്തിലൂടെ പോവാണ്. അങ്ങനെ ഇവിടെ ഒരു കനാലുണ്ട്. ഞങ്ങൾക്ക് അതിന് ഇറങ്ങണമെന്ന് തോന്നി. അങ്ങനെ അമ്മ പറഞ്ഞു പാടത്തേക്ക് പോയിട്ട് ഇത് വന്ന് ഇറങ്ങാൻ. അങ്ങനെ ഞങ്ങൾ നടന്ന് പാടത്തിന്റെ ആ വഴിക്കോടെയൊക്കെ പോവാണ്. ഈ ചെരിഞ്ഞ വഴിക്കോടെ ഉണ്ടോ പാടത്തേക്ക് പോകുന്നത്. ഗായ്സ്, ഞങ്ങൾ പാടത്തേക്ക് പോകുന്ന വഴിക്ക് ഒരു സാധനം കിട്ടി. ഇപ്പൊ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ആ സാധനം. പുളിക്ക് ഭയങ്കര പുളിയായിരുന്നു.
ഞാനും അമ്പാടിയും അത് പൊളിച്ച് തിന്നാൻ പോവാണ് കേട്ടോ. അമ്പാടിക്ക് പുളി തിന്നിട്ട് പ്രത്യേകിച്ച് ഒരു വികാരം ഉണ്ടായിരുന്നില്ല കേട്ടാ. അവന് പുളിക്കണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അങ്ങോട്ട് നടന്നു. പിന്നെ ഞങ്ങൾ പാടത്തേക്ക് പോണ വഴി നിറയെ ചെളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി ഒരു സൈഡിൽ കൊള്ളിയും ഒരു സൈഡിൽ വാഴയാണ് കേട്ടോ. ഞങ്ങൾ പോണ വഴി എന്താ അമ്മ ഇത്ര ചെളിയെന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു കനാലിൽ നിന്ന് ഉറവ വരുന്നതാണെന്ന് അമ്മ പറഞ്ഞു. പിന്നെ ഞങ്ങൾ അങ്ങനെ കൊള്ളി പറിക്കാനുള്ള സ്ഥലത്തേക്ക് അങ്ങനെ എത്താറായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയി നടന്ന് ഇങ്ങനെ ഞങ്ങൾക്കൊക്കെ വയ്യാണ്ട ഈ സൈഡിലായിട്ട് കൊള്ളി വെട്ടിയുള്ള തണ്ടുകളാണ് അവിടെ കിടക്കുന്നത്. ഈ പോണ വഴിക്ക് നല്ല ചൂടായിരുന്നു. ഈ വെള്ളത്തിൽ കാണുന്ന പച്ച പായലുകളൊക്കെ ഞങ്ങൾ അവിടെ മീൻ വളർത്തുന്നുണ്ട് ടാങ്കിൽ. അപ്പോൾ ആ മീൻ വളർത്തണ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടിടും. നല്ല രസമായിരിക്കും. അപ്പം ഞങ്ങൾ അത് നോക്കിയാലും മീനിനെ കാണില്ല കേട്ടോ. ഈ കാണുന്നത് ഞങ്ങളുടെ നേന്ത്രക്കായാണ്. അങ്ങനെ വാഴ അങ്ങനെ ആയിട്ടില്ല കേട്ടോ. അങ്ങനെ വലുതായി വരുന്നുള്ളത്. പിന്നെ ഞങ്ങൾ പാടത്തേക്ക് കയറുന്ന വഴിക്ക് വെള്ളം ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കാലൊക്കെ നനച്ചു. പിന്നെ നനഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൊള്ളി പറിച്ചെടുക്കണ സ്ഥലത്തേക്ക് എത്തി. ഇവിടെയാണ് കുഞ്ഞച്ചാച്ചൻ കൊള്ളിയുടെ തൂക്കം നോക്കണത്. പിന്നെ ഞങ്ങൾ അമ്പാടി അമ്മേനെ ഒക്കെ സഹായിച്ചു. ഞാൻ പിന്നെ വീഡിയോ എടുത്തു കേട്ടോ. ഇതിപ്പോൾ അമ്മ തരയണത് കുഞ്ഞച്ചാച്ചൻ കുറച്ച് കൊള്ളികൾ ഇങ്ങനെ വെട്ടിയിട്ട് മണ്ണിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അതാണ് അമ്മ തോട്ടിയോണ്ട് കോരണത്. അല്ല, സോറി ഗൈസ്, തോട്ടിയല്ല കേട്ടോ, കൈക്കോട്ടാണ്. അങ്ങനെ ഞങ്ങൾ കൊള്ളിക്കഴിഞ്ഞൊക്കെ സഞ്ചിയിലാക്കി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അമ്പാടി പറയണം, അമ്മ എനിക്ക് വയ്യ, അമ്മ നമുക്ക് വേഗം പോയി കനാലിൽ ഇറങ്ങിയിട്ട് വീട്ടിൽ പോവാം, അമ്മ. അങ്ങനെ ഞങ്ങൾ കൊള്ളിയൊക്കെ പറിച്ച് പിന്നെ ഞങ്ങൾ കൊള്ളി തൂക്കാൻ നോക്കണ സാധനം ഇല്ല, നമുക്ക് താടി തുള്ളി കളിച്ചു. പിന്നെ അവിടെ കൊള്ളി അങ്ങനെ കൊള്ളിയൊക്കെ കെട്ടി സഞ്ചിയിലാക്കി. അങ്ങനെ ഞങ്ങൾ പാടത്തുനിന്ന് തിരിച്ചു പോകുമ്പോഴേക്ക് നല്ല മണമുള്ള ഒരു പാലപ്പം കിട്ടി. അങ്ങനെ ഞാൻ ചെവിയിൽ വെച്ച് പിന്നെ ഇങ്ങനെ നടന്നു. പിന്നെ കനാല്. പിന്നെ ഞങ്ങൾ അവിടെ നോക്കണം ഇറങ്ങാനായിട്ട് സ്റ്റെപ്പ് ഉണ്ടോന്ന്. ഞങ്ങൾ അങ്ങനെ പോയപ്പോൾ സ്റ്റെപ്പ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. പിന്നെ അമ്മനോടപ്പം ചോദിച്ചു ഈ വെള്ളത്തിൽ പാമ്പുണ്ടാവും ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു പണ്ട് വലിയ പാമ്പ് കനാലിൽ കൂടെ ഒഴുകിപ്പോയിട്ട് ഈ പാമ്പ് പിടുത്തക്കാർ വന്ന് അതിനെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് പേടിയായി. അങ്ങനെ ഞങ്ങൾ അപ്പം അതൊക്കെ ഇങ്ങനെ ഇറങ്ങിയൊക്കെ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി കുറേ നേരം വെള്ളത്തിൽ കളിച്ചു. അമ്മ പറഞ്ഞു കയറ് മതിന്ന്. ഞങ്ങൾക്ക് എന്തോരം കളിച്ചിട്ടും മതിയാവണില്ല. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ കനാലൊന്നും ഇല്ല. അതുകൊണ്ട് അമ്മ വീട്ടിലേക്ക് വരുമ്പോഴേ അങ്ങനെ പറ്റുള്ളൂ. ഞങ്ങൾ കുറേ നേരം കളിച്ചു. പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ വഴുക്കി. പിന്നെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് സർക്കസൊക്കെ കാണിച്ചു. അമ്മ പറഞ്ഞു വെയിൽ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഉടുപ്പൊക്കെ ആകെ നനച്ച് ചീച്ചു ഗൈസ്. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ ഇങ്ങനത്തെ വർത്താനം പറയണ വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.